കെ ഫോൺ സംസ്ഥാനത്ത് ആദായകരമായ രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. അതിന് മതിയായ സ്പീഡ് പോരാ. അതുകൊണ്ട് തന്നെ മറ്റ് സേവനദാതാക്കളെ സർക്കാർ വകുപ്പുകൾ തേടുന്നു എന്നൊക്കെ പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം ഒരു ദിനപത്രം, അതായത് മലയാള മനോരമ എന്ന് തന്നെ പറയാം, ദിനപത്രത്തിൽ വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്. പക്ഷേ ഇത് തീർത്തും അടിസ്ഥാനരഹിതമായ ഒരു വാർത്തയാണ് എന്നുള്ള കാര്യം തന്നെയാണ് സൂചിപ്പിക്കേണ്ടത്. അതിന് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ഇതിന്റെ വസ്തുത എന്നുള്ള കാര്യമാണ് നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുന്നത്. അത് കൃത്യമായിട്ടുള്ള കണക്കുകളുടെ ഒക്കെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുന്നത്. അതിന് ആധികാരികത ഉണ്ടാവണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി തന്നെ അതിലുള്ള ഒരു കാര്യങ്ങൾ വിശദീകരിക്കണം. അതുകൊണ്ട് തന്നെയാണ് നമുക്കൊപ്പം ഇപ്പോൾ ഗുഡ് മോർണിംഗ് കേരളത്തിൽ കെ ഫോണിന്റെ MD ആയിട്ടുള്ള സന്തോഷ് ബാബു സാറാണ് നമുക്കൊപ്പം ചേരുന്നത്. അദ്ദേഹത്തോട് തന്നെ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ എന്താണ് ഇതിന്റെ വസ്തുത എന്നുള്ള കാര്യം നമുക്ക് കൈരളിയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാം എന്നാണ് കരുതുന്നത്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസത്തെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. കെ ഫോൺ സംസ്ഥാനത്ത് നിർത്താൻ പോകുന്ന ഒരു സാഹചര്യമാണ്. മതിയായ സ്പീഡില്ല, സർക്കാർ വകുപ്പുകൾ മറ്റ് സേവനദാതാക്കളെ തേടുന്നു എന്നൊക്കെയാണ് വാർത്ത. എന്താണ് ഇതിന്റെ ഒരു വസ്തുത എന്ന് പറയുന്നത്? അല്ല, അടിസ്ഥാനപരമായിട്ട് പറയുകയാണെങ്കിൽ കെ ഫോണിന് ഒരു നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെൻറ്ററും 375 പോയിന്റ്സ് പ്രസൻസും 32,000 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു നെറ്റ്വർക്കും ഉണ്ട്. കേരളത്തിൽ വേറെ ഒരു ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിനും ഇല്ലാത്തൊരു സെറ്റപ്പാണ് കെ ഫോണിനുള്ളത്. ഇത് കൂടാതെ ഇതിനുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം ലേറ്റസ്റ്റ് ആണ്. സോ കമ്പയർ ടു അതർ ISPs ഇതിൻ്റെ എക്യുപ്മെൻറ്റ്സ് എല്ലാം ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് നെറ്റ്വർക്കിന് ഒരു പ്രശ്നവുമില്ല. ഇതിൻ്റെ 23,115 ഗവൺമെൻറ് ഓഫീസസിലാണ് നമ്മളിപ്പോൾ ഇൻ്റർനെറ്റ് കൊടുത്തു വരുന്നത്. അവിടെ എല്ലാം നമ്മൾ പറയുന്ന സ്പീഡിൽ ദ പ്രോബ്ലം ഈസ് നമ്മൾ 99.9% അല്ലെങ്കിൽ 99.5% അല്ലെങ്കിൽ 99% എന്ന് പറയുന്ന സർവീസ് ലെവൽ എഗ്രിമെൻ്റ് ആണ് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ട് സൈൻ ചെയ്തിരിക്കുന്നത്. ആ സ്പീഡ് നമ്മൾ എത്തിയിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ദർ ഇസ് എ പ്രോബ്ലം. ആ സ്പീഡിലാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എവിടെയും സ്പീഡിൻ്റെ കുറവില്ല. ഇതിൻ്റെ കാതലായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ചില ഡിപ്പാർട്ട്മെൻറ്റ്സ് സെക്കൻഡറി കണക്ഷൻ ചോദിക്കും. അതിനുള്ള ഗവൺമെൻറ് ഓർഡറുണ്ട്. ഒരു സെക്കൻഡറി കണക്ഷൻ വേണം. ഫോർ എക്സാമ്പിൾ ട്രഷറീസ്, IG രജിസ്ട്രേഷൻ, ഇങ്ങനത്തെ കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ 24 മണിക്കൂറും 99.9 പറയുമ്പോൾ 0.1% ചിലപ്പം പോകാൻ ചാൻസ് ഉണ്ട്, കട്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒരു സെക്കൻഡറി കണക്ഷൻ നമ്മൾ നിർദ്ദേശിക്കുന്നത്. അതിൽ IT ഡിപ്പാർട്ട്മെൻറ്റിൽ IT സെക്രട്ടറിയുടെ കൺവീൻ ചെയ്യുന്ന ഒരു മീറ്റിങ്ങിലാണ് ഇങ്ങനെ സെക്കൻഡറി കണക്ഷൻ കൊടുക്കണമോ വേണ്ടതെന്ന് ഉള്ളൊരു ക്വസ്റ്റ്യൻ നടക്കുന്നത്. ആ മീറ്റിങ്ങിൽ ഞങ്ങളും പങ്കെടുക്കുന്നതായിരിക്കും. അപ്പം അതിൻ്റെ ശുപാർശയുടെ പേരിലാണ് സെക്കൻഡറി കണക്ഷൻ. അപ്പം പല ഡിപ്പാർട്ട്മെൻറ്റ്സും സെക്കൻഡറി കണക്ഷൻ ചോദിക്കുന്നത് ഇങ്ങനത്തെ ഒരു വാർത്ത വന്നത്. പ്രൈമറി കണക്ഷൻ അല്ല. ഗവൺമെൻറ് ഓർഡർ എന്ന് വെച്ചാൽ വെരി ക്ലിയർ ആണ്. കെ ഫോൺ കണക്ഷൻ തന്നെ ആയിരിക്കണം പ്രൈമറി കണക്ഷൻ എന്നാണ്. ഇത്തരത്തിൽ ഒരു കാര്യം ജിയോയിൽ തന്നെ പറയുന്ന കാര്യമാണ്. പക്ഷെ അതിനെ വളരെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചാണ് വാർത്ത പോലും വന്നിരിക്കുന്നത്. അത് പൂർണ്ണമായും കെ ഫോൺ നിർത്തലാക്കി മറ്റൊരു സേവനദാതാവിലേക്ക് പോകണം എന്നുള്ളൊരാവശ്യമാണ് മുന്നോട്ട് വന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു വാർത്ത വരുന്നതിന് പിന്നിലുള്ളൊരു അജണ്ട എന്തായിരിക്കും? അതിലേക്ക് അത് വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് ഒരു ക്യാരക്ടർ അസാസിനേഷൻ പോലെയാണ്. കെ ഫോൺ സ്തുത്യർഹമായിട്ട് ജോലി ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഈ പറയുന്ന ഈ സർവീസ് ലെവൽ എഗ്രിമെൻറ്റ്സ് SLA ഇൻഡസ്ട്രി നോംസ് അനുസരിച്ച് പോകുന്നൊരു ഓർഗനൈസേഷനാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ന്യൂസ് വരുമ്പോൾ നമ്മളെ സാരമായിട്ട് ബാധിക്കും. ഇപ്പം നമ്മളെ കണക്ഷൻ എടുക്കാൻ വരുന്ന കൺസ്യൂമേഴ്സിനൊരു സെക്കൻഡ് തോട്ട് വരും. അപ്പോൾ അതൊക്കെ നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുന്നത്. അതൊരു ഓർഗനൈസേഷനാണ്, ഇത് ബിസിനസ് ഓർഗനൈസേഷനാണ്. അപ്പോൾ നമ്മളെ ഭയങ്കരമായിട്ട് അത് ബാധിക്കുന്നതാണ്. ഒരു സത്യമില്ലെന്നുള്ളവരാണ് ഇതിൻ്റെ ഒരു കാര്യം. ഏത് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആയാലും നമുക്കൊരു കാർ വന്ന് ഇടിക്കുകയോ, ഒരു പോസ്റ്റൽ കാർ വന്ന് ഇടിക്കുകയോ, ഒരു ബൈക്ക് വന്ന് ഇടിക്കുകയോ ചെയ്യണേ കണക്ഷൻ പോകും. നമ്മൾ ബിക്കോസ് വി ആർ ടെറസ്ട്രിയൽ നെറ്റ്വർക്ക്. നമ്മൾ KCBLൻ്റെ പോസ്റ്റ് വഴിയാണ് ഇത് പോകുന്നത്. അപ്പോൾ ഒരു ആക്സിഡൻറ്റ് നടന്നാൽ അതിനുള്ള ഒരു 4 hours റീസ്റ്റോർ ചെയ്യണമെന്നുണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് 74 ടീംസാണ് കേരളത്തിൽ ഇങ്ങനെ റോന്ത് ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒരു ടീമിൽ 6 പേരുള്ള ടീമാണ്. ഈ ടീംസ് നമുക്ക് ഈ കണക്ഷൻ ഡിസ്റപ്റ്റ് ആകുന്ന അതേ സെക്കൻഡ് നമ്മുടെ നെറ്റ്വർക്ക് ഓപ്പറേഷൻ സെൻറ്റർ വഴി ആ ടീമിനെത്തുകയും
അവരുടനെ അത് പോയി റീസ്റ്റോർ ചെയ്യുകയും ചെയ്യുക. സോ ഇതൊരു SLA ബേസ്ഡ് ഓർഗനൈസേഷനാണ്. ജസ്റ്റ് ലൈക്ക് എനി അതർ ISP SLA മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഞാനും മാർക്കറ്റിൽ നിന്ന് വെളിയിൽ പോകും. അതുകൊണ്ട് ഞങ്ങളത് വളരെ കെയർഫുള്ളാണ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ സെറ്റിൽ ചെയ്യാനായിട്ട്. സംടൈംസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനും ചാൻസ് ഉണ്ട്. കുറച്ച് സമയം വരെ ട്രാവൽ ചെയ്ത് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്, മഴ അങ്ങനത്തെ ഒരു ഇഷ്യൂസൊക്കെ വരുമ്പോൾ കുറച്ച് ലേറ്റ് ആകാറുണ്ട്, അത് സത്യമാണ്. പക്ഷേ വി ഡു അവർ ബെസ്റ്റ് ടു സ്റ്റാൻഡ് ബൈ ദി SLA. 4 hours റീസ്റ്റോർ ചെയ്യുക. 99.9% അല്ലെങ്കിൽ 8% അല്ലെങ്കിൽ 5% അല്ലെങ്കിൽ 99% എന്ന് പറയുന്ന SLA ആണ് സൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ അതനുസരിച്ച് ചെയ്യാനുള്ള പ്രാപ്തിയുള്ള ഒരു ഓർഗനൈസേഷനാണ് KFone. നിലവിലിപ്പോൾ ഫസ്റ്റ് ഫേസ് മികച്ച രീതിയിൽ മുന്നോട്ട് പോകുകയാണ്. സെക്കൻഡ് ഫേസിലേക്ക് ഉള്ളൊരു ടാർഗറ്റിനടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ്? നിലവിലത്തെ ഇപ്പോൾ ഇതുവരെ നൽകിയിട്ടുള്ള കണക്ഷൻ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണ്? നമ്മൾ ഇന്നലെ വരെ 1,12,315 കണക്ഷൻസ് കേരളത്തൊട്ടും ഉടനീളം കൊടുത്തിട്ടുണ്ട്. അതിൽ 23,115 കണക്ഷൻസാണ് ഗവൺമെൻറ് ഓർഗനൈസേഷൻസിൽ ലൈവായിട്ടുള്ളത്. 30,438 ഗവൺമെൻറ് ഓർഗനൈസേഷൻസിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തെങ്കിലും ചില ഏരിയാസിൽ നമുക്ക് ഈ ഹൈവേസ് എക്സ്പാൻഷൻ, നാഷണൽ ഹൈവേസ് എക്സ്പാൻഷൻ ഉള്ളതുകൊണ്ട് ചില ഏരിയാസിൽ നമുക്ക് കണക്ഷൻ കൊടുക്കാൻ പറ്റും. വയർ കേബിൾസ് അപ്പുറത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പം 23,000. പിന്നെ 14,192 BPL കുടുംബങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇതല്ലാതെ പന്തലാടിക്കുന്ന് വയനാടിലും അട്ടപ്പാടി പാലക്കാട്ടിലും നമ്മുടെ ട്രിവാൻഡ്രത്ത് കൊട്ടൂരിലും ഓൾമോസ്റ്റ് 500 ട്രൈബൽ ഫാമിലീസും നമ്മൾ ഈ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതല്ലാതെ 72,000 കുടുംബങ്ങൾക്കാണ് ഇപ്പോൾ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ എൻ്റർപ്രൈസസിന് ഒരു 3,000 കണക്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 1,13,000 കണക്ഷൻസും പറയാം. ഇതിന്ന് നമ്മൾ ഇങ്ങോട്ട് അടുത്ത ടാർഗറ്റ് 3 lakh കണക്ഷൻസ് ആണ് ബൈ മാർച്ച് 2026 എന്ന് പോകുന്നു. അതനുസരിച്ച് പോകണം. ആ ടാർഗറ്റിന് അച്ചീവ് ചെയ്യാനുള്ള സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് 300 to 350 കണക്ഷൻസ് പെർ ഡേ ആണ് നമ്മളിപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ എങ്ങനെയാണ് ഇവിടെ നിന്ന് ഈ പ്രത്യേകിച്ചും കുടുംബങ്ങളിലൊക്കെ 70,000-ലധികം കുടുംബങ്ങൾ ഈ KFone ഉപയോഗിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ഒരു ഫീഡ്ബാക്ക് ഇപ്പോൾ നിലവിൽ എങ്ങനെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾക്കൊരു ബിസിനസ് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്ന ഇലക്ട്രോണിക് സിസ്റ്റം ഉണ്ട്. ഇത് പേപ്പർലെസ് ആണ്. അപ്പോൾ അവർക്ക് ഒരു ഇഷ്യൂ റേസ് ചെയ്യണമെങ്കിൽ നമ്മളുടെ നമ്പറുണ്ട്. നമ്മൾ ഇതിൽ പത്രക്കുറിപ്പിൽ കൊടുത്ത നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് ഇമെയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഈ BSSൽ കയറി അവരുടെ ബുദ്ധിമുട്ട് പറയാം. നമുക്ക് ധാരാളം മെയിൽസൊക്കെ വരാറുണ്ട്. ഇവിടെ നമുക്കൊരു പ്രശ്നമുണ്ട്, ഒന്ന് സ്പീഡ് കൂട്ടാമോ, അല്ലെങ്കിൽ ഈ ഇഷ്യൂ ഉണ്ട്, ഒന്ന് ചെയ്യാൻ പറ്റുമോ. ഉടനെ നമ്മളത് റിയാക്ട് ചെയ്യാണ്. 24/7 കോൾ സെൻറ്റർ ഉണ്ട്. ഈ 24/7 കോൾ സെൻറ്റർ ഉടനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്ന ഫീൽഡ് ടീമിനെ. അതുകൊണ്ട് ഫീൽഡ് ടീം 24/7 ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ SLA മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നമ്മുടെ KFone ആയാലും ഏത് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആയാലും അവരുടെ ഒരു ദൗത്യം. അത് ചെയ്തിട്ടില്ലെങ്കിൽ അവർ മാർക്കറ്റിന് താഴെ പോകും. പക്ഷേ അങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ അത് നിർഭാഗ്യകരമാണ്. ഈ മലയാള മനോരമയിൽ കഴിഞ്ഞ ദിവസം വന്ന ആ വാർത്ത പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു എൻക്വയറി അത് KFoneമായി അവർ ബന്ധപ്പെട്ടിരുന്നോ? അത്തരത്തിലൊരു വാർത്ത നൽകുന്നതിന് മുൻപ് ഞങ്ങൾക്ക് വളരെ ഷോക്കായിരുന്നു. ബിക്കോസ് എന്നെ ആരും വിളിച്ചിട്ടില്ല, ഞങ്ങളുടെ ടീമിനെ ആരും വിളിച്ചിട്ടില്ല. അത് യൂഷ്വലി നമ്മൾ ഈ ന്യൂസ് പേപ്പേഴ്സ് എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ നമ്മളെ അപ്രോച്ച് ചെയ്യും നമ്മുടെ സൈഡ് ഓഫ് സ്റ്റോറി അറിയാൻ വേണ്ടി. അങ്ങനെ നടന്നിട്ടില്ല. നിലവിൽ KFone ഈ തരത്തിലുള്ള വാർത്ത വരുന്നു. പക്ഷേ KFoneന്റെ പ്രവർത്തനങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഇത് ബാധിച്ചിട്ടുണ്ടോ? അതോ KFoneൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണോ? KFoneൻ്റെ ഇതിൽ തന്നെ പോകും. പക്ഷേ ഇങ്ങനെയൊരു ന്യൂസ് വരുമ്പം ഒരു ജനങ്ങളുടെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിലൊരു സംശയം ഉളവാക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അത് ഒരു ബിസിനസ് ഓർഗനൈസേഷന് അതിന് ഭയങ്കരമായിട്ട് ബാധിക്കും. സോ ബട്ട് വി ആർ ട്രൈങ് അവർ ബെസ്റ്റ്. യൂസ് ചെയ്യുന്നവർ ഇപ്പോൾ 1,12,000 കണക്ഷൻസ് ഉണ്ട്. യൂസ് ചെയ്യുന്നവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല, ഒരു മനുഷ്യനും ബുദ്ധിമുട്ടില്ല. അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ ഞങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഞങ്ങൾ ഉടനെ അത് റീസ്റ്റോർ ചെയ്യുന്നതായിരിക്കും. അവരുടെ പ്രശ്നങ്ങൾ സ്പീഡാണോ, സ്പീഡ് എന്ന് പറയുന്നത് ഇപ്പം ഈ സ്പീഡിൻ്റെ കാര്യത്തിൽ സ്പെസിഫിക് ആയിട്ട് പറയാനുള്ളത്, നമ്മൾ ഇൻ്റർനെറ്റ് ലീസ് ലൈൻ എന്ന് വെച്ചാൽ 1:1 ആണ്. ഇപ്പം ഷിജി ഒരു ഇൻ്റർനെറ്റ് ലീസ് ലൈൻ വീട്ടിലെടുത്തെങ്കിൽ 100 Mbps സ്പീഡിൽ നിന്ന് 100 കിട്ടും. 100 കിട്ടിയിട്ടില്ലേ അതൊരു പ്രശ്നമാണ്. പക്ഷേ നമ്മൾ ഈ ജനങ്ങൾക്കെല്ലാം കൊടുക്കുന്നത് ബ്രോഡ്ബാൻഡാണ്. ഈ ബ്രോഡ്ബാൻഡ് കണക്ഷൻ എന്ന് വെച്ചാൽ ഷെയർഡാണ്. അപ്പോൾ ഷെയർഡ് എന്ന് പറയുമ്പോൾ 100 Mbps എന്ന് പറഞ്ഞാൽ നമ്മൾ 60-70 ഒക്കെ കിട്ടത്തുള്ളൂ. ദാറ്റ്സ് എ ട്രൂത്ത്. ഏത് ISP എടുത്താലും. അപ്പം ഇൻ്റർനെറ്റ് ലീസ് ലൈനിൽ തന്നെ 1:1, 1:4, 1:8 ഒക്കെ ഉണ്ട്. അപ്പം ആ അനുപാതത്തിലാണ് അവർക്ക് ആ സ്പീഡ് കിട്ടുക. അതുകൊണ്ട് സ്പീഡ് കുറവാണെന്ന് പറയാൻ ആർക്കും പറ്റില്ല. ബിക്കോസ് അത് മെഷറബിൾ ആണ്, നമ്മുടെ ഗ്രാഫിൽ വരുന്നതാണ്, നമ്മുടെ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെൻറ്ററിൽ അത് വിസിബിൾ ആണ്. ആരെങ്കിലും പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് കണക്ഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇത് കിട്ടില്ല, എനിക്കിവിടെ കമ്പ്യൂട്ടറിൽ നോക്കിയാൽ മതി, അത് നമുക്ക് കാണാൻ പറ്റും. കിട്ടുന്നില്ല, അവിടുത്തെ ലോക്കൽ ഇഷ്യൂ ആണോ? ഇപ്പോൾ ചിലവർ പറയും, ചില ഓഫീസേഴ്സിൽ പറയും ഞങ്ങളുടെ സ്പീഡ് കുറയുന്നതൊക്കെ പറയും. ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങളുടെ ടീം നോക്കുമ്പം അവിടം വരെ കണക്ഷൻ
നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ അവരുടെ ഇൻറ്റേർണൽ ലാൻഡ് നെറ്റ്വർക്കിൻ്റെ ഒരു ഇഷ്യൂ ആയിരിക്കും. അങ്ങനത്തെ അപ്പം ഓൾഡ് എക്യുപ്മെൻറ്റ്സ് ആയിരിക്കും, ഒത്തിരി എൻഡ് ഓഫ് ലൈഫ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ പല ഓഫീസസിലും ഉണ്ട്. അപ്പം അങ്ങനെ കംപ്ലയിൻറ്റ്സ് വരാറുണ്ട്. പിന്നെ അത് പോയി നമ്മൾ പരിഹരിച്ച് കൊടുക്കുമ്പോൾ അവരും ഹാപ്പിയാണ്, നമ്മൾ ഹാപ്പിയാണ്. ഈ കെ ഫോൺ പദ്ധതിയെ തകർക്കാനുള്ളൊരു നീക്കം പാരലായി നടക്കുന്നുണ്ട് എന്ന് കരുതുന്നുണ്ടോ? ഇതൊരു ടഫ് കോമ്പറ്റീഷനുള്ള സെക്ടറാണ്. നമ്മളുടെ ഗവൺമെൻറ്റിൽ തന്നെ വർഷങ്ങളായിട്ട് കുറേ കണക്ഷൻസ് എല്ലാ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിനും കണക്ഷൻസ് ഇവിടെ കൊടുത്തിരുന്നു. അപ്പോൾ കെ ഫോൺ അകത്തേക്ക് ഒരു പ്രൈമറി കണക്ഷനായി വരുമ്പോൾ ഡെഫിനറ്റ്ലി അതെല്ലാവരെയും ബാധിക്കും. അതുകൊണ്ട് അതിൻ്റേതായ നീക്കങ്ങൾ ഓരോരുത്തരും ചെയ്യും, അങ്ങനെ വിചാരിക്കാൻ പറ്റുള്ളൂ.